എന്നാൽ അവളെ അതിനേക്കാൾ തകർത്തത് ആ ഫോട്ടോക്കൊപ്പമുണ്ടായിരുന്ന ഒരു കത്തായിരുന്നു. പഴയൊരു പേപ്പറിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, മിസ് യു ഫസീല. നിനക്ക് പകരമാവാൻ ഇവിടുത്തെ ആർക്കും കഴിയില്ല. നീയില്ലാതെ ഞാൻ പൂർണ്ണമാവില്ല. അത് വായിച്ചതും ഫസിയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോയും കത്തും തറയിലേക്ക് വീണുപോയി. അവളുടെ ചുറ്റുമുള്ള ലോകം മുഴുവനും കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. കാലുകൾ തളർന്ന് ഉള്ളുരുകി കരഞ്ഞ് ശ്വാസം പോലും നേരെ വിടാൻ കഴിയാതെ അവൾ നെഞ്ചിൽ കൈവച്ചു വിതുമ്പി. ആ റൂമിലെ ചുവരുകൾ പോലും അവളെ നോക്കി പരിഹസിക്കുന്നതായി അവൾക്ക് തോന്നി. എന്നാൽ പാവം അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം അമീനയുടെ കൊടും ചതിയായിരുന്നു എന്ന്. ഫസി റൂം വൃത്തിയാക്കാൻ കയറുന്നതിന് തൊട്ടു മുൻപ് ആരും കാണാതെ മുകളിൽ വന്ന് അഫ്സലിൻ്റെ ഷെൽഫിൽ ആ ഫോട്ടോയും കത്തും കൊണ്ടുവച്ചത് അമീനയായിരുന്നു. അഫ്സലിൻ്റെ കൈയക്ഷരം കൃത്യമായി അനുകരിച്ച് അമീന തന്നെയാണ് ആ കത്തെഴുതിയത്. ഫസി ഇത് കാണുമെന്നും അതോടെ അവളുടെ മനസ്സ് പൂർണ്ണമായും തകർന്ന് അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്നാണ് അമീന വിചാരിച്ചത്. റൂമിന് പുറത്ത് ഒളിച്ചു നിന്ന് ഫസിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അമീനയുടെ മുഖത്ത് ഒരു രാക്ഷസീയ ചിരി വിരിയുന്നുണ്ടായിരുന്നു. ഫസി തറയിൽ കിടക്കുന്ന ആ ഫോട്ടോയിലേക്ക് നോക്കി. തൻ്റെ പ്രണയവും പ്രതീക്ഷകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് ചാരമായി മാറിയതുപോലെ അവൾക്ക് തോന്നി. ഇനി തനിക്ക് ഈ ജീവിതത്തിൽ ഒന്നിനും കഴിയില്ലെന്ന അവസ്ഥയിൽ അവൾ ആകെ തകർന്നു പോയി. ഞാൻ ഇത് പറയില്ല. പറഞ്ഞാൽ തകരുന്നത് ഈ കുടുംബത്തിൻ്റെ സമാധാനമാണ്. ഇക്കയുടെ മനസ്സിൽ ഇപ്പോഴും ഫസീലയാണെങ്കിൽ ഞാൻ എന്തിനാ അവർക്കിടയിൽ തടസ്സമായി നിൽക്കുന്നത്? ഫസി മനസ്സിൽ ഉറപ്പിച്ചു. അവൾ ആ ഫോട്ടോയും കത്തും പഴയതുപോലെ തന്നെ ആ കവറിലാക്കി അഫ്സലിൻ്റെ ഷെൽഫിൽ ആരും കാണാത്ത വിധം തിരികെ വെച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ്റെ മനസ്സിൽ താനില്ല എന്ന സത്യം അറിഞ്ഞിട്ടും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ആ വേദന മുഴുവനും സ്വന്തം നെഞ്ചിലേക്ക് അവൾ ഒതുക്കുകയായിരുന്നു. അവൾ വേഗം ബാത്റൂമിൽ കയറി മുഖം നന്നായി കഴുകി. ആരും കാണാതെ ആ സങ്കടം ഉള്ളിലൊതുക്കി അവൾ പുറത്തേക്ക് വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. റൂമിന് പുറത്ത് ഒളിച്ചു നിന്ന് ഇതെല്ലാം കാണാൻ കാത്തിരുന്ന അമീനക്ക് പക്ഷേ ഫസിയുടെ ഈ ശാന്തത കണ്ട് വല്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത്. അവൾ കരഞ്ഞു വിളിച്ച് ബഹളമുണ്ടാക്കുമെന്നാണ് അമീന കരുതിയത്. എന്നാൽ ഫസിയുടെ ഈ നിശബ്ദത അമീനയെ തെല്ലൊന്ന് ഭയപ്പെടുത്തി. താഴെ ഉമ്മറത്തെത്തിയ ഫസി പതിവ് പോലെ ഉമ്മയെ അടുക്കളയിൽ സഹായിക്കാനും മറ്റും തുടങ്ങി. ഇടയ്ക്ക് അർഷി വന്ന മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഒരു കള്ളച്ചിരി മുഖത്ത് വരുത്തി. പക്ഷെ ആ ചിരിക്കു പിന്നിൽ കരഞ്ഞു കലങ്ങിയ ഒരു മനസ്സുണ്ടായിരുന്നു. അപ്പോഴാണ് ഫസിയുടെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ നോക്കിയപ്പോൾ അവളുടെ സഹോദരൻ ഫായിസ് ആയിരുന്നു. തൻ്റെ ഇക്കാക്കാൻ്റെ പേര് കണ്ടതും ഫസിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ വേഗം ശബ്ദമൊതുക്കി കരഞ്ഞ ലക്ഷണമൊന്നും പുറത്ത് കാണിക്കാതെ ഫോൺ എടുത്തു. ഹലോ ഫസി, നിനക്ക് സുഖാണോടി? ഹായ് കാക്ക, എനിക്കിവിടെ സുഖാണ്. ഇടറിയ ശബ്ദത്തോടെ ഫസി പറഞ്ഞു. എന്താ മോളെ, എന്താ നിന്റെ ശബ്ദം ഒരുമാതിരി? നീ കരയാണോ? അപ്പുറത്ത് നിന്ന് ഫായിസ് ചോദിച്ചു. ഒന്നുമില്ലക്ക, ഞാൻ ഇപ്പോൾ കോളേജ് വിട്ട് വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ തലവേദന ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഫസി കള്ളം പറഞ്ഞു. ആണോ? ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. നീ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫായിസിൻ്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവമുള്ളതായി മാറി. എന്താ കാക്ക? ഫസീല വീട്ടിലേക്ക് വരികയാണ്. അവൾക്കിപ്പോൾ ഷനൂബിനെ വേണ്ടത്രേ. അവൾ വിചാരിച്ച ആളല്ലത്രേ ഷനൂബ്. ഞാനും വല്യപ്പയും ഒരുപാട് എതിർത്തു കേട്ടോ. ഉമ്മ ഒരു പൊടിക്ക് സമ്മതിച്ച് തരുന്നില്ല. ഉമ്മാൻ്റെ വലിയ സപ്പോർട്ട് തന്നെ ഓൾക്കുണ്ട്. ഇന്ന് ഉമ്മാൻ്റെയും ഫസീലേൻ്റെയും ഫോൺ കോൾ ഞാൻ കേട്ടു. അമീന ഓൾക്ക് അഫ്സലിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന്. അത് കേട്ടേ പിന്നെ എൻ്റെ മനസ്സിൽ വലിയൊരു ഭയമായിരുന്നു. എൻ്റെ മോളൊന്ന് സൂക്ഷിക്കണം കേട്ടോ അമീനാനോട്. എന്തോ എൻ്റെ തോന്നലായിരിക്കാം. പക്ഷേ ഇമ്മയും ഫസീലയും ഓരോ നിലനിൽപ്പിന് വേണ്ടിയും ഓരോ സന്തോഷത്തിന് വേണ്ടിയും ഏതൊരാളുടെ ജീവിതവും അവർ തകർക്കും. നീ പഴയ ഫസിയായി ഒതുങ്ങി നിൽക്കരുത്. ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കരുത്.
ഇല്ല കാക്ക, ഫസി മറുപടി പറഞ്ഞു. വെല്ലിപ്പാക്ക് സുഖമില്ലേ കാക്ക? വെല്ലിപ്പ നീ പോയേ പിന്നെ എപ്പോഴും ഒരേ അസുഖങ്ങൾ പറഞ്ഞു കിടക്കല. ഫായിസ് മറുപടി പറഞ്ഞു. എന്നാലേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ ഇക്കാക്ക. അങ്ങനെ ഫോൺ കട്ടാക്കി. ഫായിസ് പറഞ്ഞതോടെ കാര്യങ്ങൾ അവൾക്ക് കൂടുതൽ വ്യക്തമായി. അമീന വെറുതെയല്ല തന്നെ ഉപദ്രവിക്കുന്നത് എന്നും ഫസീലയുടെ വാക്ക് കേട്ടിട്ടാണെന്നും തൻ്റെ കൂടെ പിറന്നവർ തന്നെ തനിക്കെതിരെയാണല്ലോ എന്നോർത്ത് ഫസി അടുക്കള ചുവരിലേക്ക് ചാരി നിന്ന് കണ്ണടച്ചു. താൻ ആർക്കും വേണ്ടാത്തവളായി മാറുമോ എന്ന ഭയത്തോടെ അവൾ വിതുമ്പി.